എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫാമിലി ഫോട്ടോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ കൃത്യമായും സ്നേഹമസരണമായും സംസാരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കും. ഭാര്യ ഭർത്തൃബന്ധമാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിലും എന്തിന് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും നമ്മുടെ വാക്കുകളും അത് സ്നേഹമസരണവുമാണെങ്കിൽ ആ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവും. അങ്ങനെ ഉള്ള ജീവിതങ്ങളായി നമ്മുടെ എല്ലാം ജീവിതം മാറട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഫാമിലി ഫോട്ടോ ആരംഭിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് മനോഹരമായ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്. ശ്രീ കെ ജോസഫ്, ശ്രീമതി ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. അവരുടെ ദൈവാനുഭവങ്ങളും അവരുടെ കുടുംബവിശേഷങ്ങളുമാണ് ഇന്ന് ഫാമിലി ഫോട്ടോയിൽ നമ്മൾ കാണുക. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫാമിലി ഫോട്ടോയിലേക്ക് സ്വാഗതം. സുഖമായിരിക്കുന്നു? ഇപ്പൊ ഒരുപാട് വർഷമായി കൊച്ചുറാണി ചേച്ചി. ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 years ബാക്ക് നമ്മൾ അവസാനം കണ്ടതാണ് ഡിവൈനിൽ വെച്ച്. ഡിവൈനിൽ സ്ഥിരം വരുമായിരുന്നല്ലോ. അതെ അതെ അതെ. ജോസ്പേട്ടനിലേക്കാണ് എൻ്റെ ആദ്യ ചോദ്യം. എവിടെയാ ജോസ്പേട്ടൻ്റെ സ്വദേശം? എവിടെയാ? എൻ്റെ സ്വദേശം കുട്ടനാട്ടിലെ മിത്രക്കരി, ചങ്ങനാശ്ശേരിക്ക് അടുത്ത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ റിട്ടയർ ചെയ്തു. കൊച്ചുറാണി ചേച്ചി ആണെങ്കിലും ചേട്ടനെ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സുവിശേഷ മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. തങ്ങളാലാവും വിധം ദൈവവചനം മറ്റുള്ളവർ ഈശോയെ അറിയണം. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു മൂല്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഇപ്പോഴും തുടർന്നു പോകാനും കാരണം എന്തായിരുന്നു? സുവിശേഷം ജീവിതത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന വികസനം, നമ്മൾ പൊതുവെ സമൂഹത്തെക്കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിനെയൊക്കെ നമ്മൾ വിലയിരുത്തുന്ന വികസനത്തെ കണ്ടുകൊണ്ടല്ലേ. വികസനം എത്രമാത്രം. സുവിശേഷം ഒരു മനുഷ്യന് നൽകുന്ന വികസനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ പാദം മുതൽ ഉച്ച വരെ, അവൻ്റെ ജനനം തുടങ്ങി സ്വർഗത്തിലെത്തുന്നത് വരെ ഉള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം നൽകുന്ന വികസനം അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് സുവിശേഷം നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കുടുംബങ്ങൾക്ക് കിട്ടണം, വ്യക്തികൾക്ക് കിട്ടണം, ഇടവകൾക്ക് പൊതുവായിട്ടും കിട്ടണം, സമൂഹം, അത് ഏത് മനുഷ്യനാണെങ്കിലും കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ആ മൂല്യം ഇപ്പോഴും കാത്തുപരിപാലിച്ച് അല്ലെ ഇപ്പോഴും അത് സജീവമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നത്. അത് ഞാൻ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം കൊച്ചിലേ തുടങ്ങി, അതായത് കുഞ്ഞുകാലം നാളെ തുടങ്ങി നമ്മൾ ഭക്തിപരമായിട്ടാണ് ജീവിക്കുന്നത്. എങ്കിലും ഒരു യുവത്വത്തിൻ്റെ ആ തുടക്കത്തിൽ തന്നെ എനിക്ക് സുവിശേഷത്തിൽ തിരിയാനുള്ള അവസരം കിട്ടിയിരുന്നു. കാരണം ഭൗതികമായ ഒത്തിരി കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു നല്ലൊരു സംഘാടകൻ കൂടിയായിരുന്നു ഞാൻ. പ്രാസംഗികം മാത്രമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം സുവിശേഷത്തിലേക്ക് തിരിച്ചപ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിനുണ്ടായ വളർച്ച, വ്യക്തിത്വത്തിനുണ്ടായ വളർച്ച, വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്കുണ്ടായ ആ ഒരു കാഴ്ചപ്പാട്, അതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതം ഇങ്ങനെ എന്താണ്, നമ്മൾ ഈ പാല് തിളച്ച് പൊങ്ങുന്നത് പോലെ ബൗൾ ചെയ്ത് പൊങ്ങി വരും. അത്രമാത്രം നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ. ഞാൻ വ്യക്തിപരമായിട്ടും എൻ്റെ കുടുംബത്തിലും അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവനും അനുഭവിക്കണം എന്നുള്ള ഒരു ത്വരയാണ് അല്ലേ? ചേച്ചിയുടെ ഒരു ചിന്ത കൂടി കൂട്ടിച്ചേർത്ത്. നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ദൈവോന്മുഖം മാത്രമല്ല, അതുകൊണ്ടൊരു പരോന്മുഖതയും കൂടിയുണ്ട്. ഒരേ സമയത്ത് തന്നെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസനത്തിലേക്ക് വരുന്ന കരങ്ങൾ അപരന്റെ സന്നിധിയിലേക്ക് നീളുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നു നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം അനുഭവിച്ചറിയുമ്പോൾ
ഇതേ സന്തോഷവും സമാധാനവും ഐശ്വര്യത്തിലേക്ക് എല്ലാവരെയും വിളിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ ജീവിതത്തിൽ ഈ സന്തോഷവും സമാധാനമൊക്കെ നിറയുന്നത് കാണുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സുവിശേഷത്തിൻ്റെ ആനന്ദമുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള ആനന്ദം. ഈ ആനന്ദം നൽകാനും സ്വീകരിക്കാനും വളരാനുമാണ് നമ്മൾ ഓരോരുത്തരും ആത്യന്തികമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം നമ്മൾ കാണുമ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം അതായിട്ട് തോന്നും. അങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെല്ലാം. ചേച്ചി കോളേജ് അധ്യാപികയാണ്. ഒരുപാട് ആളുകൾ അധ്യാപനം ഒരു നല്ല തൊഴിലായി സന്തോഷത്തിൽ ചെയ്തു പോകുന്ന അധ്യാപകരുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ സുവിശേഷ വേലയിലും സജീവമായതുകൊണ്ടാണ് എൻ്റെ ഈ ചോദ്യം. നമ്മുടെ ഈ അധ്യാപനത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ, അതിൽ സുവിശേഷ വേല ചെയ്ത് ക്രിസ്തുവിനെ ചാലിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ടോ? അത് അഡോപ്റ്റ് ചെയ്യാറുണ്ടോ? അധ്യാപന ജോലി ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ടീച്ചിങ് എൻ്റെ കരിയറും എൻ്റെ പാഷനുമാണ്. ഒരാളുടെ കരിയറും പാഷനും ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. എൻ്റെ കുട്ടികൾ എൻ്റെ മിഷണറി ഫീൽഡ് തന്നെയാണ്. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 40 കുഞ്ഞുങ്ങളൊക്കെ അവരിൽ ഓരോരുത്തരിലും ഈശോയുടെ സന്തോഷവും സ്നേഹവും നിറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരു അധ്യാപന ജോലിയോടൊപ്പം തന്നെ സുവിശേഷ ജോലിയും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ കാരണം പഠിപ്പിക്കാനൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ. പഠിക്കാനും പഠിപ്പിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഉയർന്ന മാർക്കോടുകൂടി MAയും MBAയും PhDയും ഒക്കെ നേടിയെടുത്ത ആളാണ് ഞാൻ. അതുപോലെ തന്നെ നല്ലൊരു അധ്യാപികയുമാണ്. പഠിപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ചാതുര്യമുണ്ട്. ഈ ചാതുര്യം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് സുവിശേഷ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും കൂടി ഉള്ളതാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ സമൂഹത്തിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കോളേജിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ കാണുന്നത് ഒരു ലിബറേഷനാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായ സ്വാതന്ത്ര്യം, ഈ നല്ല രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യം. അവരുടെ ജീവിതത്തെ സ്നേഹിക്കാനും അവരെ തന്നെ ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. ബേസിക്കലി അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്പയറാണ്, ഒരു പ്രചോദകനാണ്. അപ്പോൾ ഒരു പ്രചോദകൻ്റെ ജോലി ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. കുട്ടികൾ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു, അവർ ചില മത്സര പരീക്ഷകളിലൊക്കെ വിജയിച്ചു വരുന്നു. അപ്പോഴൊക്കെ അവരെ അഭിനന്ദിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ തിളങ്ങുന്നതാണ് നമ്മുടെ സന്തോഷം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലൊക്കെ വളരെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തിത്വങ്ങളൊക്കെ കടന്നു വരും. ചിലപ്പോൾ അവരെക്കുറിച്ച് അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ മാതാപിതാക്കളുടെ ബന്ധത്തിലൊക്കെയുള്ള ചില പാളിച്ചകളുടെ റിഫ്ലക്ഷൻസാണ് ഈ കുട്ടികളിൽ കാണുന്നത് പലപ്പോഴും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ മഴയായിട്ട് നമ്മൾ പെയ്തിറങ്ങിയാലുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങൾ പിന്നെ അവരുടെ ജീവിതത്തെ അങ്ങോട്ട് വല്ലാണ്ട് ഏറ്റെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. പല കുട്ടികളും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് പറയാറുണ്ട് ഈ ഒരു പ്രത്യേക കാര്യം. പഠിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രം അവർക്കൊരു ജീവിതമാർഗത്തിന് ഉപകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജീവിക്കാൻ സഹായകമായത് നമ്മൾ ഇൻ ബിറ്റ്വീൻ ലൈൻസ്, ഇതിനിടയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോഴും ചില കുട്ടികൾ വന്ന് വെച്ചും പറയാറുണ്ട്, മിസ് അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങൾ. ഒരു കുട്ടി പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുവാണ്. ആ കുട്ടി പറഞ്ഞത്, നമ്മൾ പഠിച്ച തിയറികളെല്ലാം ഞാൻ മറന്നുപോയി, പക്ഷേ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ, ചില ആത്മഹത്യ പോലും ചെയ്തേക്കാമെന്ന് തോന്നുന്ന സമയത്ത് മിസ്സ് പറഞ്ഞ ചില സെൻറ്റൻസുകൾ മനസ്സിലേക്ക് വരികയും അത് ജീവിക്കാനുള്ള ഊർജം തന്നിട്ടുണ്ടെന്ന്. കുട്ടികൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷമാണ്. ജീവിക്കാനുള്ള ഒരു ഊർജം ഒരു കൊച്ചിൽ കൊടുക്കാൻ പറ്റിയാൽ എനിക്ക് എൻ്റെ ജീവിതം ചരിതാർത്ഥ്യമായി. അധ്യാപിക എന്ന പദവി അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചു എന്നുള്ളതിന്റെ ഒരു 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 സമാന വാക്കാണ് ആ കൊച്ചിന്റെ വായിൽ നിന്ന് കേട്ടത്. ഏതിലാ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതില്ല? എക്കണോമിക്സ് ആണ് എൻ്റെ അടിസ്ഥാന വിഷയം. അതിൽ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഡോക്ടറേറ്റ്. എത്ര കുട്ടികളാണ്? രണ്ടുപേരാണ്. മൂത്തത് മകള്. മോളുടെ പേരെങ്ങനെയാ? ദിവ്യ ജീസ്മോൾ. ജീസ്മോൾ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. മോൻ ജോൺ കാരോൾ ജോസ് എന്നാണ് ഫുൾ ടീം. ജോൺ പറയൂ, ജോണിന്റെ വിശേഷങ്ങൾ പറയൂ. പപ്പ എന്താ വിളിക്കുന്നത്? ഡാഡി മമ്മി എന്നാണ്? പപ്പ മമ്മി. പപ്പയുടെ മമ്മിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. ജോണിന്റെ വിശേഷങ്ങൾ പറയൂ. ജോൺ എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പൊ രാജഗിരി കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, 4th ഇയർ. പപ്പയുടെയും മമ്മിയുടെയും പോലെ സുവിശേഷ വേലയിൽ ഇപ്പോഴേ തൽപരനാണോ? അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇപ്പോഴേ ഉണ്ടോ? ജീസസ് യൂത്തില് ആക്റ്റീവ് ആണ്. നമുക്കൊരു ഓഡിയോവിഷ്വൽ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. മിനിസ്ട്രിയുടെ ടീമിലൊക്കെയാണ്. അപ്പം ഡാൻസും സ്കിറ്റും ഷോർട്ട് ഫിലിംസ് ഒക്കെ വഴി ഈശോയെ കൊടുക്കാനുള്ള വലിയൊരു മിനിസ്ട്രി ജോലികൾ ചെയ്യുന്നുണ്ട്. അതല്ലേ വോക്സ് ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്, മ്യൂസിക്കൽ ബാൻഡാണ്. ബാൻഡിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊരു ഓഡിയോവിഷ്വൽ ടീമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂൾസും കോളേജസിലൊക്കെ പോയിട്ട് ഒരു ബാൻഡ് സ്റ്റൈലിൽ
പെർഫോമൻസ് ആണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പോയി ചെയ്തു. പോയി ചെയ്യുന്നുണ്ട്. അപ്പം പെർഫോമൻസ് പോലെ തന്നെ, പക്ഷെ അന്നാ നമ്മള് സുവിശേഷം കൊടുക്കുന്ന വഴി രണ്ടും ബാലൻസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഇത് കഴിയുമ്പോൾ, ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ അവിടെയുള്ള യൂത്ത്, ആ കുട്ടികൾ മോനായിട്ട് വന്ന് ഇന്ററാക്ട് ചെയ്യും, അവർക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് മാറി, എനിക്കും നിങ്ങളുടെ കൂടെ കൂടണം, എനിക്കും കർത്താവിനെ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിതം അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട്. അപ്പം ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെങ്കിലും ഇങ്ങനെ കളിയാക്കൽ കിട്ടും, കർത്താവിന് വേണ്ടി ഇങ്ങനെ പള്ളിക്കാരനാണെന്ന്, അങ്ങനെയുള്ള ഒരു പള്ളിക്കാരൻ. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഒന്ന് എന്താ പറയാ പിടിച്ചു നിൽക്കാൻ ഒരു വലിയൊരു പ്രചോദനം ഈശോ ഉണ്ടെന്നുള്ളത്. അപ്പം ശരിക്കുള്ള ഈശോയെ അറിഞ്ഞു കഴിയുമ്പം ഈ കണ്ടു കഴിഞ്ഞിട്ടുള്ള പിള്ളേർ വന്ന് പറയും, ഞങ്ങൾക്ക് നിങ്ങളോട് ചേരണം, ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും മാറിയിട്ട് ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം അതൊക്കെ മാറും. അപ്പം എന്താ പറയാ ലൈഫിന്റെ തന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറി കിട്ടുക. അവന്റെ യുവത്വത്തിൽ തന്നെ അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ? എത്രയോ ആംഗിളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു യുവത്വം ഉണ്ടായിരിക്കെ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് അഫ്കോഴ്സ് നിങ്ങളുടെ ഒരു ശുശ്രൂഷയുടെ ഒരു പുണ്യം അതിലുണ്ട്. അതിൻ്റെ ഒപ്പം മോന് കിട്ടിയ എന്താ പറയുക, ഇവരുടെ ഈ ഒരു ബാൻഡ് പ്രസന്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളൊരു ദിവസം അവിടെ പോയി, ഒരു അങ്കമാലി ഒരു യൂത്തിന്റെ പ്രോഗ്രാമിന്. അപ്പോൾ ഈ ബാൻഡ് പ്രസന്റ് ചെയ്യുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇതിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഉടനെ എനിക്കത് അതെന്നെ ഒത്തിരി സ്പർശിച്ചു. നമ്മൾ കുഞ്ഞുങ്ങളെ ഈ വഴിക്ക് തിരിയുന്നതിൻ്റെ വലിയൊരു അനുഭവം, അങ്കളെ ഒന്നും കിട്ടണ്ട, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു ആത്മാവിൻ്റെ നിറവ് കിട്ടണമെന്ന് അവർ തന്നെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ പറയുമ്പം അതിലൂടെ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ മാറ്റങ്ങൾ. ബുക്ക് എഴുതിയിട്ടുണ്ടല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾ രണ്ടുപേരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും എഴുത്തുകാരാണ്. ഒരേ സമയം പ്രസംഗത്തോടൊപ്പം. എഴുത്ത് ആദ്യം എഴുതി തുടങ്ങുന്ന എന്നാണ് ആദ്യം പ്രസിദ്ധീകരിച്ച ബുക്കാണ്. ഞാൻ ഒത്തിരി ലേഖനങ്ങൾ നമ്മൾ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നുണ്ടല്ലോ, സഭയിലുള്ളിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും സാമൂഹ്യ മീഡിയയിലൊക്കെയാണെങ്കിലും എഴുതുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തൊരു ബുക്കാക്കിയാലോ എന്നുള്ള ചിന്ത വരും. അങ്ങനെ ഞാൻ എഴുതിയ ചില പുസ്തകങ്ങൾ ഒന്ന് സ്ത്രീ ശക്തീകരണമായിട്ട് ബന്ധപ്പെട്ടാണ്. ബൈബിളിൽ സ്ത്രീകളെ ശക്തീകരിക്കാൻ ദൈവം എടുത്ത സ്റ്റെപ്പുകൾ, സമറിയ സ്ത്രീയെ വളർത്താൻ, മഗ്ദലന മറിയത്തെ വളർത്താൻ, തൻ്റെ പക്കലിരുന്ന് വചനം കേട്ട മർത്തായെയും മേരിയെയും വളർത്താൻ, ഇവരെയൊക്കെ വളർത്താൻ ഈശോ എടുത്ത സ്റ്റെപ്പുകളെ വെച്ചുകൊണ്ട് സ്ത്രീത്വത്തിൻ്റെ മഹനീയത എന്ന് പറഞ്ഞൊരു പുസ്തകം പോപ്പ് ഇറക്കിയിട്ടുണ്ട്. ചാക്രികയിൽ, അത് അപ്പസ്തോലിക തിരുവഴുത്താണ്. അത് അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീത്വത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി. അപ്പം ബൈബിളിലെ സ്ത്രീകൾ, അപ്പം മഗ്ദലന മറിയത്തോട് കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്ന്, ഉദ്ധിതനായ കർത്താവിനെ ദർശിക്കുന്ന ആ സമയത്ത്. അപ്പം സ്ത്രീകൾ കരയേണ്ടവരാണോ, കരഞ്ഞിരിക്കേണ്ടവരാണോ? അവൾക്ക് അതിനപ്പുറത്തോട്ട് ഒരു ഉത്ഥാനത്തിൻ്റെ ദർശനം ആസ്വദിക്കാനും അത് നൽകാനും വിളിക്കപ്പെട്ടവരല്ലേ സ്ത്രീകൾ? അവരുടെ പരിമിതമായ ദുഃഖത്തിനകത്ത് കിടക്കാതെ അതിനപ്പുറത്തോട്ടുള്ളൊരു വിഷൻ, ഒരു ദർശനം അവർക്ക് വേണ്ടേ? ആ ഒരു ദർശനം കൊടുക്കാൻ വേണ്ടിയാണ് സ്ത്രീത്വത്തിൻ്റെ സൗഭാഗ്യം എന്നും പറഞ്ഞ് ഞാൻ എഴുതിയത്. കാരണം സ്ത്രീ സംബന്ധമായ എല്ലാ പുസ്തകങ്ങളും സ്ത്രീകളുടെ രോദനം, പീഡനം എന്നൊക്കെയാണ് എഴുതുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് വേർഷൻ കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് സ്ത്രീത്വത്തിൻ്റെ സൗഭാഗ്യം വെച്ചത്. പിന്നെ സ്ത്രീ ശക്തീകരണമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കാഡമിക് ബുക്ക് ഇറക്കിയിട്ടുണ്ട്, വിമൻ എംപവർമെൻ്റ് കൺസെപ്ച്വൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. അത് PhD MPhil പഠിക്കുന്ന കുട്ടികൾക്കുള്ളൊരു റെഫറൻസ് ടെക്സ്റ്റാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊരു അക്കാഡമിക് ടെക്സ്റ്റാണ്, കോളേജുകളിലും ലൈബ്രറികളിലും കിട്ടുന്ന പുസ്തകങ്ങളാണ്. പിന്നെ അതോടൊപ്പം എഴുതിയിരിക്കണം, ഞാൻ വിദ്യാഭ്യാസ രംഗത്താണല്ലോ, അപ്പോൾ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ എടുക്കാൻ പോകും. പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും ഒത്തിരി ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും PTA പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അവരെയൊക്കെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഒരു കൈപ്പുസ്തകം വേണം. പ്രസംഗം ഇങ്ങനെ കേട്ടങ്ങ് പോകാതെ ഒരു കൈപ്പുസ്തകം വേണം. അങ്ങനെ ഞാൻ എന്ത് പഠിക്കണം, എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കരിയർ ഗൈഡൻസായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം ഇറക്കി. പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, എന്ത് പഠിക്കണം, എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം. വിദ്യാഭ്യാസ ദർശനമാണത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അനുസരിച്ചാണ് ഓരോ പുസ്തകം എഴുതുന്നത്.
പിന്നെ KCS എന്ന് പറഞ്ഞിട്ട് സ്കൂൾ കുട്ടികളുടെ ഒരു സംഘടനയുണ്ട്, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്. അവരുടെ ഒരു പഠന പുസ്തകം, ഒരു പഠനരേഖ എന്നോട് ഇറക്കാനായിട്ട് ആവശ്യപ്പെട്ടു, സഭയിൽ നിന്ന് ആവശ്യപ്പെട്ടു. അപ്പം അറിയാനും ആദരിക്കാനും എന്നുള്ള പേരിൽ, അതായത് വ്യക്തിത്വ വികസനമാണ്, കൗമാരപ്രായക്കാരെ അവരുടെ വ്യക്തിത്വ വികസനത്തിൽ സഹായിക്കുന്ന ഒരു പഠനരേഖ അങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഓരോ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ജോസഫിന്റെ പുസ്തകത്തിന്റെ ഞാൻ നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കുത്തിക്കുറിക്കുന്ന ആളാണ്. സ്വല്പ കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതും. പിന്നെ പരിശീലിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞിലേ തുടങ്ങിയുള്ള ഒരു ഹോബി എന്ന് വേണേൽ പറയാം. ഒരു ഇതാണ്, ലക്ഷ്യമാണ്. അപ്പം ഞാൻ ഷിപ്പ്യാർഡിലായിരിക്കുമ്പോഴും ക്ലബ്ബുകളിൽ അതേതായ ആ രീതിയിലൊക്കെ പല കാര്യങ്ങളിലും ചെയ്യാനായിട്ടൊക്കെ പരിശീലിപ്പിക്കാനായിട്ടൊക്കെ താല്പര്യമെടുത്തു. നവീകരണത്തിൽ വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് യുവജന വർഷം വന്നില്ല 1985. അന്ന് യുവജനങ്ങളെ ഒന്നിച്ചു കൂട്ടുക എന്നുള്ളത് ഒരു വലിയ ഹരമായിരുന്നു. അപ്പം അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയലുകൾ വേണം, ലിറ്ററേച്ചർ ആയിട്ടുള്ള എഴുത്തുകൾ വേണം. അപ്പം അങ്ങനെ പതുക്കെ എഴുതി തുടങ്ങിയതാണ്. ആ വർഷം ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ബുക്ക് കിട്ടി, യൂത്ത് ക്വസ്റ്റ് എന്ന് പറയുന്നത് ഡോൺ ബോസ്കോ പബ്ലിഷ് ചെയ്ത യുവജനങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അപ്പോൾ അത് ആദ്യം ഞങ്ങൾ തർജ്ജിമ ചെയ്ത്, അതാണ് ആദ്യത്തെ തുടക്കം. വലിയവരാകാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മണവാളച്ചൻ ഫാദർ വർഗീസ് മണവാൾ, ഞങ്ങൾ 3 പേരും കൂടി തർജ്ജിമ ചെയ്ത് ഇറക്കി. അവിടെ തുടങ്ങി പിന്നെ പതുക്കെ എഴുതാൻ തുടങ്ങി. ലേഖനങ്ങളും എഴുതാം. ജീവജാലയിൽ സ്ഥിരമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, ഇപ്പോഴും എഴുതുന്നുണ്ട്. പിന്നെ നവീകരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നവീകരണത്തിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. അപ്പം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കൊരു ഗൈഡ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പലരെ കൂട്ടി ഒരു ബുക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ ഇറക്കി, നവീകരണവും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കൂടുതലും പരിശീലിപ്പിക്കാൻ പോകുമ്പം ലീഡർഷിപ്പ് വിഷയങ്ങളാണ് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ്, എങ്ങനെ നന്നായി പ്രാർത്ഥിക്കണം, എങ്ങനെ നന്നായി ബൈബിൾ വായിക്കണം, എങ്ങനെ നന്നായി മറ്റുള്ളവരെ ഉൾക്കൊള്ളണം, എങ്ങനെ നമ്മൾ കുടുംബത്തെ നയിക്കണം. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ് ലീഡർഷിപ്പ്. നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ നമുക്കൊരു ലീഡർഷിപ്പ് വേണം, ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മളിൽ തന്നെ ഒരു നേതൃത്വ വാസനയുണ്ട്, അത് നമ്മളിൽ ഉപയോഗിച്ച് തുടങ്ങണം. ആദ്യം ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിത ലക്ഷ്യം എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഒരു പുസ്തകം ലീഡർഷിപ്പിനെ കുറിച്ച് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ ക്രിസ്തീയ സംസ്കൃതി എന്ന് പറഞ്ഞൊരു ലീഡർഷിപ്പ് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇത് നമ്മൾ എഴുതാനുള്ള കഴിവ് വെറുതെ അങ്ങോട്ട് ഉപയോഗിക്കാനല്ല, സമൂഹത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ആവശ്യം കാണുമ്പോൾ നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, വ്യക്തമാണ്. പപ്പയുടെയും മമ്മിയുടെയും മോനെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് അവരുടെ സ്വഭാവത്തിൽ കണ്ടിട്ടുള്ള, മോനെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സവിശേഷത? എനിക്ക് ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. നമ്മളിപ്പം പുറത്തിപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഡേ ടൈം കോളേജിലൊക്കെ പോകും. അപ്പം അവിടെയൊക്കെ അധികം കാണാത്ത ഒരു സാധനമാണ് ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം എന്ത് വന്നാലും ഇപ്പം എന്താ പറയുക, പഠിത്തത്തിൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ജോലിയുടെ കേസിലാണെങ്കിലും എന്തെങ്കിലും തീരുമാനത്തിൻ്റെ കേസിലാണെങ്കിലും ഈവൻ ലൈഫിൽ ഇപ്പോൾ മിനിസ്ട്രിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഒരു സാധനമാണ് എന്നെ കൂടെ സ്ട്രൈക്ക് ചെയ്തത്. പപ്പയും അമ്മയും ഇപ്പൊ കുർബാനയ്ക്ക് പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് ഇപ്പം തെറ്റിൽ വീഴുമ്പോൾ കുമ്പസാരിച്ചിട്ട് തിരിച്ചു വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്താൻ ഓപ്ഷൻ ഉണ്ട്, അതേസമയം ജീസസ് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ വാല്യൂ അറിയുന്നത് കുറെ തന്നെ ഇവർ കൊടുത്തേക്ക് കണ്ടിട്ടാണ്. കൊച്ചിലെ മനസ്സിലാക്കാത്ത സമയം ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോ. പിന്നെ ബോധം വന്നു കഴിഞ്ഞിട്ടാണ് അതിന്റെ വാല്യൂ മനസ്സിലാക്കി. അപ്പം പപ്പനും മമ്മീനെയും കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഞാൻ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയതും. അപ്പം ഞങ്ങളുടെ ടീമിലും ഓഡിയോഷൽ ടീമിലും ബാൻഡിലൊക്കെ ഷെയർ ചെയ്യുമ്പം എപ്പോഴും ഞാനിങ്ങനെ പേഴ്സണൽ ഷെയറിങ്ങിൽ പറയും ഇവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ഒരു സാധനം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ ആലോചിച്ചത്. മാർപ്പാപ്പ പറയേണ്ട, ഫാമിലി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാവൽ സൂക്ഷിപ്പുകാർ കുടുംബമാണ്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ്. ഈ വിശ്വാസവും സ്നേഹവും ഒരു കുടുംബത്തിലുണ്ടായാൽ, മാതാപിതാക്കളിലുണ്ടായാൽ മക്കളിലേക്ക് അടുത്ത തലമുറയിലേക്ക് കിടക്കുന്നു. ഇപ്പം നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളിലേക്ക് വിശ്വാസത്തിൻ്റെ വിത്തിട്ട് തന്നതുകൊണ്ടാണ്. ബെനഡിക്റ്റ് അതുപോലെ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്ത് സീനിയർ സിറ്റിസൺസിനെ അഡ്രസ്സ് ചെയ്തപ്പോൾ, ബുധനാഴ്ചകളിലുള്ള മാർപ്പാപ്പയുടെ സാധാരണ ഓഡിയൻസിനാണ്,
സീനിയർ സിറ്റിസൺസിനെ അഡ്രസ്സ് ചെയ്തപ്പോൾ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങളിനി 2 കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, അവരോട് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. മാർപ്പാപ്പ പറയാം, 1, നിങ്ങളെ ഇതുവരെ നയിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്ത്. 2, നിങ്ങളുടെ പേരക്കിടാങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് 2 നിങ്ങൾക്ക് ഇനി ജോലികൾ വേണ്ടാത്തതിനൊന്നും ഇനി പോകണ്ട. പേരക്കിടാങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കേണ്ട ഇതാണ്. ഈ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബാലപാഠങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട മാതാപിതാക്കളെ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഇന്നത്തെ ആവശ്യം. പലപ്പോഴും എൻ്റെയൊക്കെ കുട്ടിക്കാലം, നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ വിത്തുകൾ അവരിട്ടത് കൊണ്ടാണ് നമ്മളിന്ന് എന്തൊക്കെയോ ആയിരിക്കുന്നത്. അപ്പം അതൊരു വലിയ ബാറ്റൺ കൈമാറലാണ് അടുത്ത തലമുറയ്ക്ക്. ഈ റിലേ റേസിൽ ബാറ്റൺ കൈമാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ മാതാപിതാക്കൾ. അതിന് പാളിച്ചകൾ വരുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നു, എല്ലാം വരുന്നു. മാതാപിതാക്കളെ നോക്കാത്ത മക്കളുണ്ടാകുന്നു, മക്കളെ നോക്കാത്ത ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. അപ്പോൾ കാവൽ സൂക്ഷിപ്പുകാരും കൈമാറ്റം ചെയ്യപ്പെടേണ്ടവരും, ഇത് രണ്ടും. അതാണ് ഞാൻ ഈ ലിങ്ക് പറഞ്ഞത്. ബെനഡിക്ട് 16 നമ്മൾ പറഞ്ഞത് കാവൽ സൂക്ഷിപ്പുകാരാണ്, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് കൈമാറേണ്ടവരാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ആ ലിങ്ക് എടുക്കുമ്പോൾ സഭയുടെ ഒരു ബ്യൂട്ടി ഓർക്കുകയാണ്. ആ ലിങ്ക് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ കുടുംബങ്ങളുടെ വലിയ വിളി അറിയുന്നത്. കുടുംബം ഒന്നിച്ച് സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെയൊക്കെ ഒരു വിളിയും ചരിതാർത്ഥ്യമൊക്കെ മനസ്സിലാകുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. നമ്മളെപ്പോഴും പറയില്ല അടുത്ത തലമുറ നശിച്ചു എന്ന്. അടുത്ത തലമുറ നശിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഈ തലമുറയുടെ പാളിച്ചയാണ്. ഞാനൊരിക്കലും യുവജനങ്ങളെ കുറ്റപ്പെടുത്താറില്ല. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. അവരിൽ എന്തെങ്കിലുമൊക്കെ അപഭ്രംശങ്ങൾ സ്വഭാവത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നോട്ട് ചിന്തിക്കുന്നു. നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പാളിച്ചയായിട്ട് തന്നെ നമ്മളത് കാണുക, നമ്മുടെ ന്യൂനതയാണ്. ഇതിന് നമ്മുടെ മക്കളെ പിന്നല്ല നമ്മളിതിനെ പിള്ളേരെ കുറ്റം പറയുന്നത്. പിള്ളേരെ കുറ്റം പറയാനുള്ള അർഹത നമുക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു ജോക്കായിട്ട് ഒരു തമാശയ്ക്ക് കേട്ടെ, പിള്ളേർ വഴക്ക് പിടിച്ചപ്പോഴത്തേക്ക് അമ്മ വന്ന് വഴക്കിട്ട് മക്കളെ, എന്തിനും ഇവിടെ കിടന്ന് ഇങ്ങനെ വഴക്ക് പിടിക്കാൻ വേണമെന്ന് വഴക്കിട്ടപ്പോൾ കൊച്ചു തിരിച്ചു ചോദിക്കുകയാണ്, ഈ വീട്ടിൽ വഴക്ക് പിടിക്കാൻ അപ്പനും അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, ഞങ്ങൾക്കും അവകാശമില്ല. മനസ്സിലായി? പിള്ളേർ ഒപ്പിയെടുക്കുന്നു, അപ്പനും അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെ അവകാശം വഴക്ക് പിടിക്കാൻ, ഞങ്ങൾക്കും അവകാശം. 29 കൊല്ലത്തെ ദാമ്പത്യത്തിൽ അതിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ പരിപൂർണ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. ചോദ്യം ഇതാണ്, എന്താണ് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ 29 കൊല്ലത്തെ അനുഭവം വച്ച് അതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നുന്ന വികാരം, ചിന്ത? ജോസഫേട്ടൻ തന്നെയാവും ആദ്യം. എന്താ, കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താൻ പറ്റില്ലെന്നുള്ള നമ്മളുടെ ഒരു പ്രമാണമാണ്. മാനുഷികമായത് പലതും വരാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിരിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ എല്ലാ കുടുംബജീവികളും കാണും. പക്ഷെ അതല്ല, നമുക്ക് ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിനകത്ത് ആ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ള അതിൻ്റെ പേരിലാണ് നമ്മൾ പറയുന്നത് മരണം വരെ നമ്മൾ ഒന്നാണ്, എന്ത് വന്നാലും നമ്മൾ വേർപെടുത്തില്ല എന്നുള്ളത്. പരസ്പരം മനസ്സിലാക്കിയുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കെയർ. ഞങ്ങൾ പലപ്പോഴും പറയും, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ വളർത്തി നമ്മൾ വേറൊരു കുടുംബത്തിന് കൊടുക്കുകയാണ്. അവരെ കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാനോ അവരെ ആശ്രയിച്ച് വാർദ്ധക്യത്തിൽ ജീവിക്കാനോ ഒന്നുമുള്ളൊരു എയിം ഉണ്ടാക്കാൻ ഞാൻ കൊച്ചാണ്ട് പറയും. നമ്മളെ ദൈവം നോക്കിക്കോളും. അപ്പം ആ ഒരു പരസ്പരം മനസ്സിലാക്കി ഉള്ള ഒരു ജീവിതമാണ് സന്തോഷം. പിന്നെ ഡിമാൻഡിങ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കിന്നത് ചെയ്ത് തന്നേ പറ്റൂ, അങ്ങോട്ട് ഇന്നത് ചെയ്ത് കൊടുത്തേ പറ്റൂ എന്നൊക്കെയുള്ള ചില കോൺസെപ്റ്റുകൾ നമ്മുടെ കുടുംബജീവിതങ്ങളുണ്ടല്ലോ. ഭാര്യ ഇന്നത് ചെയ്യണം, ഭർത്താവ് ഇന്നത് ചെയ്യണം, ഒക്കെ ഒരു ട്രഡീഷണലായിട്ടൊക്കെ ഉള്ളത്, അതൊക്കെ അങ്ങ് പറന്നു പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിത ലക്ഷ്യം വേറെ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഭാര്യയുടെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടി എന്നൊക്കെയുള്ള നമ്മുടെ കുടുംബജീവിതം സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്മിസീവ് ആകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണല്ലോ മനുഷ്യനെ പലപ്പോഴും നമ്മളിപ്പോൾ പുറകെയുള്ള ദാമ്പത്യ ജീവിതം ഏർപ്പെടുന്നതിന് പല കാരണങ്ങളും. ഒന്ന് സാമ്പത്തികമായിരിക്കാം, ഒന്നും അതുപോലെ ഈഗോ ക്ലാഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും
ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വിട്ടുകളഞ്ഞാൽ പിന്നെ അവസാനം വരെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒരു പ്രശ്നം. ജോസേട്ടൻ പറഞ്ഞു കാറ്റിൽ പറത്തി. കാറ്റിൽ പറത്തുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമായിരുന്നെങ്കിൽ ഇത്ര കണ്ട് വിവാഹമോചനമൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. എൻ്റെ ചോദ്യം കൊച്ചുറാണി ചേച്ചിയോട്, എങ്ങനെ ഈ വരുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ വരുന്ന ഈ പ്രതിസന്ധികളെ ഒരു അതിജീവനം, അത് ഏതെല്ലാം രീതിയിലുള്ള ചിന്തകളാണ്, എന്തെല്ലാം പ്രാക്ടീസാണ് അതിനെ അതിജീവിക്കാൻ കൊച്ചുറാണി ചേച്ചി അഡോപ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സഹനത്തിന്റെ കണക്ക് ചില ഭാര്യമാരും ഭർത്താക്കന്മാരും നിരത്തുന്നത് ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടാണ്. യഥാർത്ഥ സ്നേഹത്തിൽ നമ്മൾ അയ്യോ ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ, ഞാനാണ് പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയത്തില്ല സ്നേഹത്തിൽ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ജീവിത പങ്കാളിയാണ് നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. മക്കൾ വരും സെക്കൻഡറിയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എൻ്റെ ഹസ്ബൻഡാണ്. ആ ഒരു ചിന്ത വരുമ്പം തന്നെ പിന്നെ അവിടെ സ്നേഹമെന്നോ വിധേയത്വമെന്നോ അനുസരണയെന്നോ ഇങ്ങനത്തെ ലേബലൊന്നും ഇല്ല. എല്ലാം സ്വാഭാവികമായിട്ട് ഒഴുകുന്നൊരു ജീവിത രീതിയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒഴുകിക്കോളും. നമ്മൾ മസിൽ പിടിച്ച് ബലം പിടിച്ച് അങ്ങനെയാണല്ലേ പറഞ്ഞത്, അങ്ങനെയാണല്ലേ എന്നോട് ചെയ്തത്, ഇങ്ങനെ കുറെ കണക്കെഴുതി സൂക്ഷിക്കാതിരുന്നാൽ മതി. ഇപ്പൊ ജോസഫേട്ടനിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് സ്വഭാവത്തിൽ ഒരു പ്രത്യേകത വന്നു, ഒരു ദേഷ്യപ്പെടൽ വന്നു, അല്ലെങ്കിൽ അകാരണമായിട്ടൊരു കുറ്റപ്പെടുത്തൽ വന്നു, അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത പോലെ ഒരു സംഭവം സംസാരത്തിൽ വന്നു. അതിനോടുള്ളൊരു സമീപനവും അതിജീവനവും എങ്ങനെയാണ്? ഞാൻ സൈലന്റ് ആവും. രണ്ടുപേരും കൂടി ഒരേപോലെ ഉണ്ടാകുമ്പോഴല്ലേ വഴക്ക് വരുള്ളൂ. ഇപ്പോൾ ജോസഫേട്ടൻ റേസ് ചെയ്യണമെന്ന് കാണുന്ന സമയത്ത് ഞാൻ വളരെ സൈലന്റ് ആയിരിക്കും, അപ്പോൾ വഴക്കില്ല. ഞാൻ റേസ് ചെയ്യണമെന്ന് കാണുന്ന സമയത്ത് ജോസഫേട്ടനും സൈലന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആത്മീയ ശാന്തതയാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ശാന്തതയാണ് അതിജീവനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടും. ഇപ്പം മനസ്സിലാകുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പിടുത്തം കിട്ടുമായിരിക്കും. അങ്ങനെ അങ്ങോട്ട് നമ്മളതിനെ വിട്ടുകൊടുക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഈ വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും അടിമത്വമല്ല. വിട്ടുകൊടുക്കലും ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ തലമാണ്. അപ്പം എങ്ങനെ എൻ്റെ ഭർത്താവിന് സന്തോഷം ഉണ്ടാകാമെന്ന്, എങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന സ്നേഹത്തിൻ്റെ തലമുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളൊക്കെ ഇത് എഴുതി അക്കമിട്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒഴുകുന്നൊരു പ്രക്രിയയായിട്ട് ഇതിനെ മാറ്റിക്കഴിയുമ്പോഴേ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ മാത്രമാണോ സ്നേഹിക്കണത്, എന്നെ പരിഗണിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ബാലിശമായിട്ട് ചിന്തിക്കാതിരുന്നാൽ മതി. സ്വാഭാവികമായിട്ട് ഒരു ഭാര്യ എന്നുള്ള നില, ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ജോസഫേട്ടൻ എൻ്റെ കൂടെ കൂടുകയാണ്. ഇന്ന ജോലി ഇന്ന ആൾക്കൊന്നൊന്നുമില്ല, എല്ലാവരും എല്ലാം കൂടി ചേർന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇത് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്കൊന്ന് ദൈവത്തിലുള്ളൊരു ആശ്രയമാണ് ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബനാഥന്മാരുണ്ട്, കുടുംബിനികളുണ്ട്. നമുക്കൊരു ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 30 വർഷത്തോടടുത്ത് നിൽക്കുന്ന ദാമ്പത്യ ജീവിതം നയിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ അനുഭവത്തിൽ നിന്ന് ഒരു മെസ്സേജ്, എൻ്റെ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തിലുള്ളവർക്ക് പറയാൻ പറ്റുന്ന ഒരു സന്ദേശം ഉണ്ടാവും. അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ജോസഫേട്ടൻ ഒന്ന് പറയാം. ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിവുകളും കുറവുകളും എല്ലാം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിലെ ഒരു കുടുംബവും തകരില്ല. എനിക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് ഞാൻ പറയുന്നതാണ്, വലിയ കണക്കൂട്ടലുകളും വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. ചെറുതായിട്ടൊക്കെ ചിന്തകൾ വേണം, പ്ലാനിങ് വേണം. ദൈവം നയിക്കുന്ന അതനുസരിച്ച് ഒഴുകാനുള്ളൊരു വലിയ മനസ്സും മതി. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല ഒഴുകണത്. വിചാരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊക്കെ ഒഴുകിയ അനുഭവങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ വലിയ കണക്കൂട്ടലുകളില്ലാതിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ് നിർത്തിയോടുത്ത് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. വിശുദ്ധ ഗ്രന്ഥവും പറയുന്നത് അത് തന്നെയാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. അപ്പോൾ ഒരു കണക്കൂട്ടലുകളും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഈ 29 വർഷം ജീവിക്കാൻ ദൈവകൃപ നിങ്ങൾക്ക് ലഭിച്ചു. ഇനിയും അനേക വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ ദൈവ പദ്ധതി പ്രകാരം നീങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ കുടുംബത്തിന് നൽകട്ടെ. സ്പെഷ്യലി നിങ്ങളുടെ ദാമ്പത്യത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാ വിശ്വസും.